ശരിയല്ലേ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഭയം ഉണ്ടായില്ലേ? അല്ലേ? ഓരോ ദിവസം തള്ളി നീക്കിയത് എന്നോട് ചോദിക്കും. അല്ലേ? എത്രയോ ടെൻഷൻ, എത്രയോ ഭാരം, എത്രയോ എനിക്ക് ഭയങ്കരം. എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങ് മുന്നോട്ട് പോയത്. ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്ന് വേണ്ടതെല്ലാം വാരി വെതറി അങ്ങിട്ട് ഒന്ന് കുളിച്ചൊന്ന് സ്വസ്ഥമായിരുന്നു. എനിക്കിനി ഒന്നും വേണ്ട, ഭക്ഷണം ഇല്ലേലും വേണ്ടില്ല, ഒന്ന് കിടന്നാ മതി. ഇതൊന്നും ഇല്ലേലും വേണ്ടില്ല, ഏത് ഭക്ഷണം? ഇങ്ങനെയുള്ള ദിവസങ്ങളല്ലേ? നോക്കിക്കേ, എല്ലാരും ഭക്ഷണം കഴിച്ചു, തൃപ്തിപ്പെട്ടു. വെറുതെ ഭക്ഷണം കഴിച്ചല്ല, എല്ലാരും ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെട്ടു. എല്ലാരും പറഞ്ഞ തൃപ്തിപ്പെട്ടു. എന്നിട്ട് 12 കൊട്ട നിറയെ ശേഷിച്ചു. 2 വിഭാഗം ജനത്തെ കാണാം. 1 തൃപ്തിപ്പെട്ടവരും 2 ശേഷിപ്പ് ലഭിച്ചവരും. തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ ഇരുന്നോ, ശേഷിപ്പ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ ഇരുന്നോ? പക്ഷെ തൃപ്തിപ്പെട്ടവർക്ക് അത്രക്കേ ഉള്ളൂ കർത്താവുമായിട്ടുള്ള ബന്ധം. ശേഷിപ്പ് ലഭിച്ചവർ അവന് വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുക. യേശുവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് 12 കൊട്ട നിറച്ചെടുത്തു. ബാക്കി വന്നതേ ഈ 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർക്കും കൊടുത്തു. അവിടെയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഒരു 10,000-20,000 പേര് അതിന്ന് ഭക്ഷിച്ചു. അത് വീണ്ടും 12 കൊട്ട ശേഷിച്ചിട്ടുമുണ്ട്. കർത്താവ് പറഞ്ഞു, ഒന്നും വേസ്റ്റ് ചെയ്യണ്ട, അതിനെയൊക്കെ ശേഷിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ അത് 12 കൊട്ട ശേഷിപ്പുണ്ടായി. കർത്താവ് അനുഗ്രഹിച്ച ശേഷിപ്പുണ്ടാവും. തൃപ്തിപ്പെടുത്തുന്ന കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് നൽകാൻ തുടങ്ങും. ഇങ്ങനെ ആയിരിക്കും, അവന് തൃപ്തിയാകുവോളം. ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്. അതുവരെ നീ ഇങ്ങനെ കാത്തിരിക്കണം. പക്ഷെ ആ ഉറവ നിക്കത്തില്ല. 5 അപ്പവും 2 മീനും 5000-ത്തിലധികം ആളുകൾ, 5000 പുരുഷന്മാരും അധികം ആളുകളെയും പോഷിപ്പിക്കാൻ ഈ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഈ കരം ശൂന്യമായവൻ വലിച്ചെടുക്കുകയാണ്. അവൻ അറിയാം, ഇത് വർദ്ധിക്കും, ഇത് ശേഷിക്കും, ഇത് ഞാൻ ആശീർവദിക്കുമ്പോൾ വർധനവുണ്ടാകും. ഇതാണ് യേശുവിന്റെ ജീവിതം. നോക്കിക്ക്, കരം ശൂന്യമാണ്, ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, കയറി കിടക്കാൻ സ്ഥലമില്ല, സ്വന്തമായിട്ട് വീടില്ല. തന്റെ സ്നേഹിതന്മാരുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു, രാത്രി ഉറങ്ങുന്നു. പക്ഷേ അവൻ നന്മ ചെയ്തെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ ബാങ്ക് ബാലൻസ് വേണമെന്നില്ല. അതെല്ലാം തെറ്റായ ധാരണയാണ്. യേശുവിന്റെ അടുക്കലേക്ക് നോക്കിക്കേ. യേശുവിനെ നോക്കുമ്പോൾ യേശുവിന്റെ കരം ശൂന്യമാണ്. പക്ഷേ യേശുവിനറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. പിതാവിൽ എല്ലാം ഉണ്ട്. നിങ്ങളുടെ കയ്യിലില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ കരത്തിലുണ്ട്. അതൊന്ന് കാണാൻ കഴിയാൻ, ഹല്ലേലൂയ, വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള നന്മകൾ പിതാവിന്റെ കരത്തിലുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിന്റെ വഴികൾ ഓപ്പണായി വരിക. പോലെ യേശുവിനെ പോലെ ഈ നാളുകൾ ഉണരുക. യേശുവിനെ പോലെ നമ്മളാകണം. ഇങ്ങനെയായിരിക്കണം. കരം ശൂന്യമാണ്, പക്ഷേ ഈ പിതാവിൽ ആശ്രയിക്കാൻ പറ്റണം. സ്വർഗ്ഗ പിതാവിൽ അങ്ങ് ആശ്രയിക്കണം. അപ്പാ, നിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. എനിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി
എനിക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്ന എന്റെ വിഷയത്തിന്റെ മറുപടി അവിടുന്ന് എനിക്ക് നൽകി തരുമെന്ന് എനിക്ക് അറിയാം. വിശ്വസിക്കണം, ആശ്രയിക്കണം, ഈ ദൈവത്തിൽ ആശ്രയിക്കണം. വിരോധമായി സംസാരിക്കാൻ സാഹചര്യം ഒരുങ്ങുമ്പോൾ വിരോധമായി സംസാരിക്കരുത്. അയ്യോ എന്താ ഇങ്ങനെ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ഞാൻ എത്ര ഉപവസിച്ചു, ഞാൻ എത്ര നാൾ ഇങ്ങനെ വിശ്വാസത്തിൽ ഇരിക്കുന്നു, ഇനിയും മറുപടിയില്ല, ഇങ്ങനെ ചോദ്യങ്ങളൊന്നും ഉണ്ടാകരുത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടാത്ത നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള മറുപടിക്കും ഈ പിതാവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ഇരിക്കണം. അവിടെയാണ് അവൻ ചിലത് ആശീർവദിക്കും, അവിടെ അവൻ ചില ഭണ്ഡാരങ്ങൾ തുറക്കും, അവിടെ അവൻ ചില വഴികളെ തുറക്കും, ചിലത് വർധനവിന്റെ സമയമാക്കി അവൻ മാനിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ ചോദിച്ചു, എവിടെന്ന്? ആ ഫിലിപ്പോസ് ചോദിച്ച പോലെ എവിടെന്ന്, എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ ആയിരിക്കും? ആ ഫിലിപ്പോസ് ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. കാരണം കർത്താവിനറിയാം അവൻ എന്ത് ചെയ്യണമെന്ന്. അവൻ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഈ ഫിലിപ്പോസിന് ആണെങ്കിൽ ടെൻഷൻ ആയിട്ടുണ്ടാവും. അയ്യോ, ഇത്രയും പേർക്ക് എവിടെ നിന്നാ ഈ ഭക്ഷണം കൊടുക്കുന്നത്? ശരിയല്ലേ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഭയം ഉണ്ടായില്ലേ? അല്ലെ? ഓരോ ദിവസം തള്ളി നീക്കിയത് എന്നോട് ചോദിക്കും. അല്ലെ? എത്രയോ ടെൻഷൻ, എത്രയോ ഭാരം, എത്രയോ എനിക്ക് ഭയങ്കര എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങ് മുന്നോട്ട് പോയത്. ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്ന് വേണ്ടതെല്ലാം വാരി വെതറി അങ്ങിട്ട് ഒന്ന് കുളിച്ചൊന്ന് സ്വസ്ഥമായിരുന്നു. എനിക്കിനി ഒന്നും വേണ്ട, ഭക്ഷണം ഇല്ലേലും വേണ്ടില്ല, ഒന്ന് കിടന്നാ മതി. ഇതൊന്നും ഇല്ലേലും വേണ്ടില്ല, ഏത് ഭക്ഷണം? ഇങ്ങനെയുള്ള ദിവസങ്ങളല്ലേ? പക്ഷെ അങ്ങനെയുള്ള നിരാശയും ഭയത്തെ അങ്ങ് എടുത്ത് കളയണം. നോക്കിക്കേ, അവിടെ ഈ പിതാവിൽ ആശ്രയിക്കണം. ഈ ഫിലിപ്പോസിന് അങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പേർക്ക് എവിടെ നിന്നാ ഈ ഭക്ഷണം കൊടുക്കുക? പുള്ളി ഭയങ്കര വെറീഡാണ്, ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഫിലിപ്പോസിനോട് ഇത്രയും പേർക്ക് എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ യേശുവിന് ഒരു ടെൻഷനും ഇല്ല. അവനറിയാം പിതാവിന്റെ അടുക്കൽ ഇതിനുള്ള മറുപടി ഉണ്ട്. എന്തോ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി, നിങ്ങൾക്ക് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് വേണ്ടി ദൈവം നിങ്ങളോട് അറിയിച്ച വാഗ്ദത്തത്തിന് വേണ്ടി, എവിടെന്നോ എന്തോ എങ്ങനെയുള്ള ചോദ്യം സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ യേശുവിന് അവൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പിതാവിന്റെ കരത്തിൽ നിങ്ങൾക്കുള്ളതുണ്ട്. ഈ കർത്താവ് വഴിയിൽ ഉപേക്ഷിക്കാത്തവനാണെന്ന്, നിങ്ങളെ വിളിച്ചിറക്കിയിട്ട് ഇടവഴിയിൽ തകർക്കുന്നവനല്ലവൻ. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കാൻ അവൻ അറിയാം. ആ 40 വർഷക്കാലം എന്തൊക്കെ മരുഭൂമിയിൽ അവർക്ക് വേണമോ അതെല്ലാം നൽകാൻ അവൻ അറിയാം. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാനും അവൻ അറിയാം. ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് തന്റെ ജനത്തെ നടത്താൻ അവൻ അറിയാം. പാറായെ മധുരമാക്കാൻ അവനറിയാം. ഇടവഴിയിൽ അവൻ ഉപേക്ഷിക്കുന്നവനല്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിരിക്കാം, ഭാരപ്പെട്ടിരിക്കാം, പക്ഷെ അവൻ അറിയാം നിങ്ങളെ